ഞാൻ ബീന കൃഷ്ണൻ. നമ്മുടെ സ്കൂൾ തുറക്കാൻ പോകാം. നിങ്ങളെ സ്കൂൾ തുറന്ന് അതാത് ക്ലാസ്സുകളിൽ നമ്മളെ ഇരുത്തിയതിന് ശേഷം നമ്മുടെ ടീച്ചർമാർ നമ്മളോട് പറയുന്നത് ബുക്ക് എടുത്തിട്ട് ബുക്കിൻ്റെ ഫസ്റ്റ് പേജിൽ മലയാളം അക്ഷരങ്ങൾ നമ്മളെ ഒന്ന് എഴുതി കാണിക്കാനാണ് പറയുന്നത് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാമെന്നൊക്കെ പറയുന്നെങ്കിലും ഇല്ല, പെട്ടെന്ന് ടീച്ചർമാർ ചോദിക്കുമ്പോഴേ നമുക്ക് കൺഫ്യൂഷൻ, ഏതൊക്കെ അക്ഷരങ്ങൾ ഇവിടെയൊക്കെ വരുമെന്നൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ഞാനിപ്പോൾ തരുന്നത് നിങ്ങൾ ഓർഡറിൽ നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ട് അങ്ങ് പോകണം കേട്ടോ. അപ്പോൾ ടീച്ചറിനെ ഇത് എഴുതി കാണിക്കും. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ ടീച്ചറൊക്കെ ഇത് കാണുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ച് ഓരോ വിലയിരുത്തലുണ്ടാവും. ഓക്കെ, ഞാൻ എഴുതി തരുന്നുണ്ട്. എഴുതി തരുന്നത് നിങ്ങൾ വൃത്തിയായിട്ട് എന്ത് ചെയ്യണം, ഇരുന്ന് 1 2 വെട്ടോ ഒക്കെ ഒന്ന് നോക്കി പഠിച്ചിട്ട് വേണം ആദ്യത്തെ ദിവസം ക്ലാസ്സിലോട്ട് പോകാൻ. ഓക്കെ, അപ്പം നോക്കിയോ നിങ്ങളെ, മലയാളത്തിൻ്റെ ആദ്യം നമ്മൾ സ്വരാക്ഷരങ്ങളാണ്. സ്വരാക്ഷരങ്ങൾ എഴുതാൻ അറിയണം. അതിൽ ആ, ഇ, ഉ, ഇറ്, നമ്മൾ ഇറോ എന്ന് പറഞ്ഞെങ്കിൽ ഇറ്, ഋഷി എന്നൊക്കെ പറയത്തില്ലേ, ഇറ്, എ, ഐ, ഓ, ഔ, അം, ആ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പറയുന്നെങ്കിലും ചില കുട്ടികളൊക്കെ എഴുതാൻ പറയുമ്പോൾ ഉണ്ടല്ലോ ഈ ഐ കാണത്തില്ല, ഓ കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയുന്നത്. ഇത് ഓർഡറിൽ തന്നെ പഠിക്കേണ്ടതാണ് കേട്ടോ. നിങ്ങളിത് എഴുതി നോക്കിയിട്ട് നോക്കൂ നിങ്ങളെ, മൊത്തം എത്രയുണ്ട്, 15 അക്ഷരങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം. സ്വരാക്ഷരങ്ങൾ മൊത്തം 15 എണ്ണം ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇതിന് ഡൗട്ടില്ലല്ലോ. അടുത്ത് നോക്കിയോ നിങ്ങളെ, വ്യഞ്ജനാക്ഷരങ്ങൾ. മലയാളത്തിലെ രണ്ടാമത്തതാണ് വ്യഞ്ജനാക്ഷരങ്ങൾ. നോക്കിയേ, ക, ഇഖ, ഗ, ഇഖ, ങ, ച, ഇച്ഛ, ജ, ഇജ, ഞ, ട, ഇഠ, ഡ, ഇഠ, ണ, ത, ഇഥ, ദ, ഇഥ, ന, പ, ഇഫ, ബ, ഇഫ, മ, യ, ര, ല, വ, ശ, ഷ, സ, ഹ, ള, ര, റ. മൊത്തം അത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. അതായത് 36 അക്ഷരങ്ങളുണ്ടോ എന്ന് നോക്കുക. വ്യഞ്ജനാക്ഷരങ്ങൾ മൊത്തവും നിങ്ങൾ എഴുതി നോക്കിയിട്ട് 36 അക്ഷരങ്ങളുണ്ടോ എന്ന് നോക്കുക. മനസ്സിലായോ? പിന്നെ അത് കൂടാതെ നമ്മൾ ഈ അക്ഷരങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ക്ഷ, ഇത്ര, ഇജ്ഞ. അത് വ്യഞ്ജനാക്ഷരങ്ങൾ അല്ലെങ്കിൽ തന്നെയും നമ്മൾ എഴുതുന്നതാണ് കേട്ടോ. അതായത് വ്യഞ്ജനാക്ഷരങ്ങൾ മൊത്തം എത്രയുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ 36 എണ്ണം ഉണ്ടോ എന്ന് നിങ്ങൾ എഴുതിയിട്ട് ഉറപ്പ് വരുത്തണം. അതായത് ക, ച, ട, ത, പ. ഈ ക്ലൂ നിങ്ങൾ എപ്പോഴും ഓർത്തോണം കേട്ടോ. ക, ച, ട, ത, പ. ഇത് ഇത്രയും എഴുതിയതിന് ശേഷമാണ് യാ തൊട്ട് റാ വരെ എഴുതണം കേട്ടോ. അതായത് നിങ്ങൾ എഴുതിയതിന് ശേഷം ഉറപ്പ് വരുത്തുക 36 എണ്ണം എന്തോന്ന്. സ്വരാക്ഷരങ്ങൾ എഴുതിയതിന് ശേഷം 15 എണ്ണം ഉണ്ടോയെന്നും ഉറപ്പ് വരുത്തുക. സംശയമില്ലല്ലോ? ഓക്കെ, അടുത്ത് നോക്കി കുഞ്ഞുങ്ങളെ, മൂന്നാമത് നമ്മൾ പഠിക്കുന്നത് ചില്ലക്ഷരങ്ങളെ കുറിച്ചാണ്. ചിൽ അക്ഷരങ്ങൾ അത് കേൾക്കുമ്പോഴേ അറിയാം അല്ലേ. ഇല്ല്, ഇന്ന്, ഇറ്, ഇള്ള്, ഇണ്ണ്. മൊത്തം 5 അക്ഷരമാണ് ചില്ലക്ഷരങ്ങൾ. മൊത്തം എത്ര? 5 എണ്ണം ഉണ്ട് കേട്ടോ. ഓരോന്നും നിങ്ങൾ പഠിക്കുമ്പം അക്ഷരങ്ങളുടെ എണ്ണവും കൂടെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരികയോ അപ്പോൾ ഏതോ എഴുതാനുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് ഓർമ്മ വരും. ഇനി നോക്കിയേ, കൂട്ടക്ഷരങ്ങൾ. മുമ്പ് നമ്മൾ കായ്ക്ക, കായ്ക്ക, ങ, ചായ്ച്ച, ചായ്ച്ച എന്ന വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചില്ലേ? അത് ഓർഡറിൽ എഴുതുന്ന ആൾക്ക് ഇത് എളുപ്പം പഠിക്കാൻ പറ്റും. കാരണം കായ്ക്ക, കായ്ക്ക, ങ്ങായപ്പം അതിൻ്റെ തുടക്കം ഇക്ക, ഇങ്ക, ഇങ്ങ. ങ്ങായിലല്ലേ അത് ഒന്നാമത്തെ റോയിലെ. നിങ്ങളത് നോക്കണം കേട്ടോ. ഇവിടെ കായിൽ തുടങ്ങി ങ്ങായിൽ അവസാനിച്ചു. അപ്പം ഇക്ക, ഇങ്ക, ഇങ്ങ. അടുത്തത് ഇച്ച, ഇഞ്ച, ഇഞ്ഞ, ഇട്ട, ഇണ്ട, ഇണ്ണ, ഇത്ത, ഇന്ത, ഇന്ന, ഇപ്പ, ഇമ്പ, ഇമ്മ. നിങ്ങൾ തന്നെ ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. അത് കഴിഞ്ഞിട്ടുള്ള ഇയ, ഇല്ല, ഇവ്വ, ഇള്ള, ഇറ്റ, ഇൻറ്റ. ഇത് ഓർഡറിൽ തന്നെ പഠിക്കണം. ഓരോരുത്തർ എഴുതി വെക്കുന്നത് എന്തെങ്കിലുമൊക്കെ വാരി വലിച്ചാണ് കൂട്ടക്ഷരങ്ങൾ എഴുതുന്നത്. അങ്ങനെ ഒരു കാരണവശാലും എഴുതി പഠിക്കരുത്. എന്ത് ചെയ്യണം? ഓർഡറിൽ തന്നെ എഴുതി പഠിക്കണം കേട്ടോ. മൊത്തം എത്ര എണ്ണം ഉണ്ട്? 21 എണ്ണം ഉണ്ട് കേട്ടോ. നിങ്ങൾ എണ്ണവും ഓർമ്മ വേണം. ഓർഡറും എണ്ണവും എപ്പോഴും കറക്റ്റായിട്ട് തന്നെ പഠിക്കണം കേട്ടല്ലോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? കൂട്ടക്ഷരം നാലാമത് നമ്മൾ പഠിച്ചാണ്. 1 സ്വരാക്ഷരം, 2 വ്യഞ്ജനാക്ഷരങ്ങൾ, 3 ചില്ലക്ഷരങ്ങൾ, 4 കൂട്ടക്ഷരങ്ങൾ. അടുത്ത നോക്കിയോ നിങ്ങളെ, മലയാളത്തിൻ്റെ അടുത്ത നമ്മൾ 5ാമത് പഠിക്കാൻ പോകുന്നത് ചിഹ്നങ്ങളാണ്. ഇതെല്ലാം അതായത് നമ്മൾ ആ, ഇ, ഉ, ഇറ്, എ എന്ന് പറയത്തില്ലേ? ആയി അറിയാവുന്നവർക്ക് ഇത് എളുപ്പം പറയാം നിങ്ങളെ. ക, കി, കു, കിർ, കെ, കൈ, കോ, കൗ, കം, ക.
കേട്ടോ. ഇത് ഐ അറിയാവുന്നവർക്ക്. പക്ഷേ വള്ളി എപ്പോഴും ഞാൻ കുട്ടികൾ എഴുതുമ്പോൾ എന്താണ്, കെ കഴിഞ്ഞാൽ പിന്നെ മിക്കതിനും കേ കാണത്തില്ല. അതുപോലെ തന്നെ കോ കഴിഞ്ഞാൽ പിന്നെ കോ കാണത്തില്ല കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതെല്ലാം ഷഫിൾ ചെയ്ത് ഓരോരുത്തരത്തൊക്കെ എഴുതി വെക്കുന്നവരുണ്ട്. ഇതിന് ഓർഡറുണ്ട്. ഞാൻ ഈ പറയുമ്പോൾ ഓർഡർ നിങ്ങൾ മറക്കരുത്, ഓർഡറിൽ തന്നെ എഴുതി പഠിക്കണം. അപ്പോൾ ആ ഇ ഈ ഉ ഊ ഈറോ അല്ലെ കീർ അല്ലേ, കെ അതായത് എ കൈ എന്ന് വെച്ചാൽ ഐ, പിന്നെ കോ എന്ന് വെച്ചാൽ ഓ ഔ. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ സ്വര ചിഹ്നങ്ങളാണ്. ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് പഠിക്കണം. അതുകൂടാതെ വ്യഞ്ജന ചിഹ്നങ്ങളായ ക്ര, ക്വ, ക്യാ, ക് എന്ന് പറയുന്ന അക്ഷരങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ കായുടെ അവിടെ വേറെ അക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ ഇട്ട് നമ്മൾ ഉച്ചരിക്കാറുണ്ട്, അല്ലെ എഴുതാറുണ്ട് കേട്ടോ. അപ്പോൾ മലയാളം അക്ഷരങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയോ നിങ്ങളെ എന്തൊക്കെ എഴുതേണ്ടത്? ആദ്യം സ്വരാക്ഷരങ്ങൾ എഴുതണം, രണ്ടാമത് വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതണം. ഇത് ഓർഡറിൽ തന്നെ പഠിക്കുകയും വേണം. പിന്നെ ചില്ലക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ കേട്ടോ. ഇത് ഇത്രയും നല്ലതുപോലെ പഠിക്കണം. സ്കൂൾ തുറക്കുമ്പോൾ നമ്മളോട് ഉറപ്പായിട്ടും എല്ലാ ക്ലാസ്സിലും, അതായത് പ്ലേ സ്കൂൾ മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളുടെ അടുത്തും സ്കൂൾ തുറക്കുന്ന ദിവസം മിക്ക ടീച്ചർമാരും ഇതൊന്ന് എഴുതി കാണിക്കാൻ പറയും കേട്ടോ. അപ്പം നല്ലപോലെ പഠിക്കണേ നിങ്ങൾ ഇത് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഒന്നുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.